ഫോൺ താടി. ബേബി ഫോൺ താടി. ബേബി ഫോൺ താടി. ബേബി ഫോൺ താടി. മോശമല്ലേ? ഞാൻ ഈ മാളടിച്ചു താറും. ബേബി അല്ലേ ഫോൺ. ബേബി കണ്ടോ, പാസ്വേഡ് പോലും ഞാനത് ലോക്ക് പോലും ചെയ്തിട്ടില്ല. അങ്ങനെ വേണം, അങ്ങനെ വേണം, അങ്ങനെ വേണം. ഇതാരാ തൈക്കുടം? അയ്യോ, തൈക്കുടമല്ല, തക്കുടു. തക്കുടുവാ? എന്റെ കസിനാണ്. പറഞ്ഞു വരുമ്പോ മുറച്ചെറുക്കനായിട്ട് വരും. ഇതാരടി അഖിൽ? അയ്യോ, അതെന്റെ അകന്ന ഒരു ബന്ധു. അകന്ന ബന്ധു അകന്ന് തന്നെ ഇരിക്കട്ടെ. ഓ, കോഡ് ഭാഷ. ഇതാരടി ഇത്? അയ്യോ, അത് ADS എന്ന്. എന്റെ അമ്മ കുടുംബശ്രീയിലെ ADSന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതാണ്. ലോൺ എടുത്തിട്ടുണ്ടോ? ഇല്ല, ലോൺ എടുത്തിട്ടുണ്ട് ഞങ്ങള്. തൽക്കാലം ഞാൻ അവരെ വെറുതെ വിട്ടേക്കുന്നു. ഓ, മനു. ഏതാടി മനു? കുഞ്ഞുനാള് തൊട്ട് എടുത്തുകൊണ്ട് നടന്ന ഒരു പയ്യനെ. അത് ഇപ്പൊ അവൻ എത്ര വയസ്സുണ്ട്? ഒരു 21 വയസ്സ് കാണും. മോശമായി പോയി ബേബി ഇതൊക്കെ. ഇതാരടി? കുട്ടു 4 ലവ് ചിഹ്നം 1 ഉമ്മ 12 മണിക്ക് വീഡിയോ കോൾ അതെന്റെ അച്ഛനാ ബേബി. അച്ഛനായിരുന്നാ? അറിയാതെ ബ്ലോക്ക് ചെയ്ത. കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് മൊത്തം സ്ത്രീകളാണല്ലോ, മൊത്തം കൂട്ടുകാരികളാണല്ലോ. അത് മതി. ഇതേതാ? കൃഷ്ണ? കൃഷ്ണനല്ല, കൃഷ്ണേന്ദു എന്റെ കൂട്ടുകാരിയാ. ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേരെ. ബേബി ബേബി ഇപ്പൊ എന്റെ ഫോണൊക്കെ സെർച്ച് ചെയ്തില്ലേ? ബേബിയുടെ ഫോണ്ടാ? ബേബി ഫോണ്ടാ? ഫോണ്ടാ ബേബി? ഫോണ്ടാ ബേബി? ഞാൻ നോക്ക. വിശ്വാസമില്ല. എന്നാ നിനക്ക് വിശ്വാസമില്ല? ണോ ബേബി? നമ്മൾ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിംഗിലല്ലേ? ഫോണ്ടാ ബേബി? ഫോണിന്റെ പ്രശ്നം തീരും. അയ്യോ, എന്നിട്ട് പാസ്വേഡ് പറ ബേബി. പാസ്വേഡ് പറ. പാസ്വേഡ് കിട്ടിയിരിപ്പന്തിന്? പാസ്വേഡ് കിട്ടിയല്ലേ? പാസ്വേഡ് കിട്ടിയിരിപ്പന്തിന്? പാസ്വേഡ് കിട്ടിയല്ലേ തുറന്നു നോക്കാൻ പറ്റൂ ബേബി. പാസ്വേഡ് ഞാൻ തരാം. പക്ഷെ അതിനകത്തൊരു തേങ്ങയില്ലെങ്കിൽ ഈ മാളിൽ വെച്ച് നമ്മൾ പിരിയും. പിരിയും ബേബി. ബേബി അങ്ങനെ പറയല്ലേ ബേബി. പാസ്വേഡ് താ ബേബി. എനിക്കൊന്ന് ബാത്റൂമിൽ പോണം. ബേബി പാസ്വേഡ് പറഞ്ഞു. ഇല്ല, എനിക്കൊന്ന് ബാത്റൂമിൽ പോണം. നീ ഫോൺ ഞാൻ മൂത്രം ഒഴിക്കുന്ന ഫോണിൽ കൂടെയാണോ? എനിക്ക് ബാത്റൂമിൽ പോയാൽ ഫോൺ വേണം. ബേബി ഫോണതാ. തരത്തില്ലേ? ഇച്ചിരി കലിപ്പനായാൽ എന്താ? ഈ ഒരു സാധനത്തിനെ കല്യാണം കഴിച്ചേ നിവർത്തിയുള്ളൂ. 10 കാശും കിട്ടും. സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരൊക്കെ കൂടെ വേണം. നമ്മൾ ആരെ പോയി കല്യാണം കഴിച്ച് പ്രേമിച്ച് ഇനി ഒരു ചുമ്മാ. എന്ത് ബേബി? എന്തൊരു സൗണ്ട് കേട്ട്? പട്ടി പട്ടി മൂത്രം ഒഴിക്കാൻ പോയതല്ലേ? മൂത്രം ഒഴിക്കാൻ പോയി ഒരു പട്ടി. ആര് ബേബി? ഹര ഹര തീവ്രം വീക്ഷണം ഭാഷണം കർമ്മം ആത്മനിഷ്ഠം. നീ എന്തിനാ എന്റെ പട്ടി അടുത്തൊന്ന് പോടിയത്? പട്ടി അടിക്കാൻ വന്ന നെഞ്ചും പിരിച്ച് നിൽക്കാൻ പറ്റും, ഓടാനല്ലേ പറ്റുള്ളൂ. സത്യം പറ, നിങ്ങൾ പോലീസ് വണ്ടിക്കകത്താണോ മൂത്രം ഒഴിച്ചത്? അല്ല. നിന്റെ പേരെന്തുവാടാ? നിന്റെ പേരെന്തുവാന്ന്? കൃഷ്. ഒറിജിനൽ പേര് പറ. കൃഷ്ണൻകുട്ടി. എന്നോട് പറഞ്ഞു കൃഷ് എന്നല്ലേ? അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാല് പെമ്പിള്ളേർക്ക് എന്റെ അടുത്ത് ക്രഷ് അടിച്ചിട്ട് വരും, ഒരു ക്രിസ്പിക്ക് വേണ്ടി. നിന്റെ വീട് എവിടെയാ? നെടുമങ്ങാട്. നെടുമങ്ങാട് മറ്റേ വേങ്കോളം പോകുന്ന വഴിക്ക്. വേങ്കോളം പോണ വഴിക്ക് അവിടുന്ന് മറ്റേ ഒരു യൂട്ടേൺ അടിച്ച് തിരിഞ്ഞകത്തോട്ട് കയറി പോണം. നിന്റെ അച്ഛന്റെ പേരെന്തോന്ന്? അച്ഛന്റെ പേര് കുഞ്ഞുണ്ണി. സത്യം പറ, നിന്റെ അച്ഛന്റെ ശരിക്കുള്ള പേരെന്തോടാ? പുത്തേടത്ത് കുഞ്ഞുണ്ണി. പുത്തേടത്ത് കുഞ്ഞുണ്ണി? നീ നെടുമങ്ങാട്ട് പുത്തേടത്ത് കുഞ്ഞുണ്ണിയുടെ മോനാ? എനിക്കറിയാം. നിന്റെ അച്ഛൻ ഇപ്പോഴും റബ്ബറോട്ടം പോണുണ്ടാ? കൃഷ്ണ, നീ എന്തൊക്കെയാ പറഞ്ഞു? എന്നോട് പറഞ്ഞു പപ്പ ഡാഡി നിന്റെ സ്റ്റേറ്റ്സിലാണെന്നല്ലേ പറഞ്ഞു? കേട്ടന്റെ മിസ്റ്റേക്ക് അല്ലേ? എനിക്കിപ്പോ ഞാൻ പറഞ്ഞ എസ്റ്റേറ്റിൽ എന്നാണ് പറഞ്ഞത്. ചെയ്യാൻ പറ്റും. അണ്ടി ഓഫീസിൽ കൊണ്ടുവരുന്ന അമ്മ ഉണ്ടല്ലേ? അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ അണ്ടി ഓഫീസിലല്ലേ? അമ്മ ലോട്ടറി കച്ചവടല്ലേ? ലക്ഷങ്ങളുടെ ബിസിനസ് ആണ് അമ്മയ്ക്കെന്നല്ലേ എന്നോട് പറഞ്ഞു? ലോട്ടറി എന്ന് പറഞ്ഞാൽ 75 1 കോടി ലക്ഷം. ഈ സാറ് ഇവക്ക് അറിഞ്ഞോണ്ടേ? സാറ് വന്നോണ്ടാ സത്യം തെളിഞ്ഞ. ഇല്ലെങ്കിൽ ഇവൾ എന്റെ അമ്മയെ തെറ്റിദ്ധരിച്ചത്. കാലാകാലം ഞാൻ ഇവനെ എങ്ങനെ പരിചയപ്പെട്ട്? ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയ. എത്ര നാളായി? 6 days. 6 ദിവസം ഇൻസ്റ്റാഗ്രാം വഴി. ഇപ്പോഴത്തെ പിള്ളേർക്കല്ല ഇതാ ഒരു കുഴപ്പം. ഇൻസ്റ്റാഗ്രാമിൽ ഏവനെങ്കിലും വന്ന് ഇങ്ങനെ കിണിച്ചോണ്ടിരുന്ന അപ്പോഴേ അങ്ങ് പരിചയപ്പെടും. പിന്നെ അവനാണെങ്കിൽ മൂലം പൊങ്ങി കാണ്ടാമൃഗത്തിന്റെ മുഖമുള്ള ഒരു ബൈക്ക് ഇറങ്ങി അതിന്റെ പുറകെ കയറി ഇങ്ങനെ ഇരുന്ന് പിന്നെ യാത്രയൊക്കെ. എന്റെ പൊന്നു കൊച്ചേ ഫ്രാഡ്. സാർ, ഇത് സാർ ഉദ്ദേശിക്കുന്ന ആളല്ലായിരിക്കും സാർ. ഒന്ന് സൂക്ഷിച്ചു നോക്കൂ സാറേ. നിന്റെ പേരെന്തുവാ? എന്റെ പേര് സ്നേഹലത. എന്റെ അടുത്ത് നീ റിച്ചു എന്നല്ലേ പറഞ്ഞു? നിനക്ക് മാത്രം കള്ളം പറഞ്ഞാൽ മതി. എനിക്ക് എന്റെ മോളു, ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു ATM കവർച്ച നടന്നറിഞ്ഞ
15 ലക്ഷം രൂപ പോയത്. അവിടുന്ന് മണപ്പിച്ചിട്ട് എന്റെ പട്ടി വന്ന് മണപ്പിച്ചത് ഇവനാണ് ആ ATM കവർന്നിരിക്കുന്നത്. 15 ലക്ഷത്തിന് എത്ര പൂജ്യം ഉണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞു. നിനക്ക് ഞാൻ പഠിപ്പിച്ചാലോ എത്ര പൂജ്യം ഉണ്ടെന്ന്. കാരണം എനിക്ക് ATM കാർഡ് പോലും ഇല്ല. ആകെ ഞാൻ ഈ ATM-നകത്ത് കയറണം ചൂട് സമയത്ത് ഇത്തിരി AC ഉള്ള. അല്ല എനിക്ക് ഇതിനെപ്പറ്റി ഒരു പരിപാടി എനിക്ക് അറിഞ്ഞൂടാ. എടാ ഒരു കാര്യം ഞാൻ പറയാം. എന്റെ പട്ടിയുണ്ടല്ലോ, അതായത് പോലീസ് നായ ബ്രൂണോ, അവനെ തെറ്റില്ല, അവൻ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിരിക്കും. ഇവൻ ചെയ്തെന്താണെന്നറിയാമോ? ATM-ലെ ക്യാമറ കംപ്ലീറ്റ് അങ്ങ് മറച്ച് എന്നിട്ടാണ് ഇവൻ കവർന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു തെളിവ് അവിടെ കിടന്ന്, അവിടെ ഒരു കർച്ചീഫ് കിടന്ന്, അതിൽ മണപ്പിച്ചിട്ടാണ് എന്റെ ബ്രൂണോ ഓടി വന്ന് ഇവന്റെ ഈ പാന്റിൽ ഷർട്ടിൽ മണപ്പിച്ചത്. ഇവൻ തന്നെയാണ് കവർന്നത്. സത്യം പറ, നിങ്ങളാണോ ചെയ്തത്? എടി ഇത് എന്റെ പാന്റ് ഷർട്ട് പോലും അല്ല. സത്യം പറ, നിങ്ങളായിരിക്കുമോ ചെയ്തിട്ടുള്ളത്? എത്ര കൃത്യമായിട്ട് പട്ടി എന്റെ വരുത്തില്ല. പൊന്ന് സാറേ, ഇത് എന്റെ കൂട്ടുകാരൻ സുനീര പാന്റ് ഷർട്ടുമാണ്. ഞാൻ അതെടുത്തിട്ടുണ്ട് ഇവിടെ കാണാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഈ കോലക്കെട്ടി ഇവിടെ വന്നു. ഒന്നുകൂടെ പറ, ആരുത്? സുനീരത്. എങ്ങനെയാ സുനിയ വിളിരാ? ഹലോ, സ്പീക്കർ കംപ്ലൈന്റ് സാറേ, ഞാൻ തന്നെ സംസാരിച്ചു. ഹലോ, എടാ സുനി, പിന്നെ നീ എവിടെ നിൽക്കണേ? ടൂർ പോകാൻ പോണാ? അത് നിന്റെ വീട്ടിൽ ആളില്ലാത്തോണ്ട് ഞാൻ ഡ്രസ് എടുത്തിട്ടത്. അതിനിപ്പോ എന്ത്? അയ്യോ എന്തുവാ സാറേ, അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു അവന്റെ വീട്ടിൽ അനുവാദമില്ല ഈ ഷർട്ട് എടുക്കാൻ പോയി എന്തിനാണ് അവൻ എൻ്റെ അടുത്ത് ചോദിക്കണം. പിന്നെ അവന്റെ അടുത്ത് ഞാൻ ചോദിച്ചു നീ എവിടെയെന്ന്. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ല, അവ എവിടെയൊക്കെ ടൂർ പോകാൻ പോവേണം. അവനെ എന്തായാലും പോലീസ് തന്നെ പോലീസ് സ്റ്റേഷനിൽ ടൂർ കൊണ്ടുപോകും. നീ ഒരു കാര്യം മനസ്സിലാക്കണം മോനെ, ഇത് പണ്ടത്തെ കാലമല്ല, കാലം മാറി. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഏത് കൂട്ടുകാരനെ വീട്ടിൽ ചെന്നും ചോദിക്കാതെ അവൻ്റെ ഷർട്ടോ പാൻറ്റോ പേഴ്സോ എന്ത് വേണമെങ്കിലും എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് മെസ്സേജാണെന്ന് വിചാരിക്കരുത്, ഇതൊരു ഉപദേശമാണെന്ന് കരുതിയാൽ മതി. ആർഭാടവും അത്യാഗ്രഹവും ഒഴിവാക്കി അവനവനുള്ളത് കൊണ്ട് മനസ്സമാധാനം ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ ശ്രമിക്കുക. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.